അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പഠന ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഹദീസ് അൽ അർബഊൻ അൻ നവവിയയിൽ 24-ാമത്തേതാണ്. പ്രസ്തുത ഹദീസ് അല്പം വിശാലമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസുമാണ്. ഹദീസിൻ്റെ ഭാഗങ്ങൾ വായിച്ച് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആശയം ഗ്രഹിച്ചു പോകാം ഇൻഷാ അല്ലാഹ്. ഇമാം അൻ നവവി റഹിമഹുല്ല പറയുന്നു, അൻ അബീ ദർറിൻ الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل أنه قال. ഈ ഹദീസ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. അബൂദർ നമുക്ക് മുമ്പ് വന്ന റാവിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ്. കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കി. അദ്ദേഹം അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്നഹു ഖാൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് റബ്ബിനെ തൊട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിവായത്ത് ചെയ്യുന്നതിൽ നിന്നാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, അതിന് അൽ ഹദീസുൽ ഖുദുസി, അൽ ഹദീസുർ റബ്ബാനി, അൽ ഹദീസുൽ ഇലാഹി എന്നൊക്കെയാണ് പറയുക. ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. റബ്ബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിൽ നിന്ന് സ്വീകരിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിൽ പല നിലയ്ക്ക് വ്യത്യാസമുണ്ട്. ഖുർആൻ അത് ജിബ്രീൽ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യേകുന്ന അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസ് ജിബ്രീൽ മുഖാന്തരവും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അരുളപ്പെടുന്ന വഹ്യാണ്. വിശുദ്ധ ഖുർആൻ്റെ ലഫ്ളുകളും പദപ്രയോഗങ്ങളും ആശയവും അള്ളാഹുവിൽ നിന്നാണ്. ഖുദ്സിയായ ഹദീസ് അതിൻ്റെ ആശയം അള്ളാഹുവിൽ നിന്നാണ്. എന്നാൽ അതിൽ പദപ്രയോഗങ്ങൾ അള്ളാഹുവിൽ നിന്നാകണം എന്ന നിബന്ധനയില്ല. ആശയം സ്വീകരിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കാവുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിൽ ഒരു റുക്നാണ്. ഫാത്തിഹ ഓതാത്തവർക്ക് നമസ്കാരമല്ല. അതേപോലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ മറ്റ് സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിൽ ഖുർആൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസ് ഓതിയാൽ ഫാത്തിഹയ്ക്ക് പകരമോ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നതിന് പകരമോ ആവുകയില്ല. ഒരാൾ ബോധപൂർവം ഖുദ്സിയായ ഹദീസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിഹയ്ക്ക് പകരം അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഓത്തിന് പകരം നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ഖുർആനും ഖുദ്സിയായ ഹദീസും ഇങ്ങനെ വ്യത്യാസങ്ങൾ പലതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് ഓതിയാൽ 10 ഇരട്ടി പ്രതിഫലം അല്ലെ. ഖുദ്സിയായ ഹദീസിന് ആ ഒരു സവിശേഷത പറയപ്പെട്ടിട്ടില്ല. ഏതായാലും വിശുദ്ധ ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനിവിടെ ഈ ഒരു ഭാഗം ഉണർത്തിയത്. ഇത് മാത്രമല്ല, അതിലെ വ്യത്യാസം വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അൽ ഹദീസുൻ നബവി പിന്നെ അൽ ഹദീസുൽ ഖുദ്സിയും തമ്മിൽ വ്യത്യാസം. ഖുദ്സിയായ ഹദീസ് നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിവേദനം ചെയ്യുന്നതാണ്. നബിയാണ് നിവേദകൻ. എന്നാൽ അൽ ഹദീസുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസ്, അത് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നതാണ്. അവിടെ നിവേദകർ സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാരാണ്? സഹാബികളാണ്. അപ്പോൾ ഖുദ്സിയായ ഹദീസും നബവിയായ ഹദീസും വ്യത്യാസമുണ്ട്. ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തി എന്ന് മാത്രം. അന്നഹു ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവിടെ ഈ ഹദീസിൽ 10 കാര്യങ്ങളാണ് പറയുന്നത്. ആ 10 കാര്യങ്ങളും യാ ഇബാദി എന്ന വിളിയിലാണ്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഇങ്ങനെയാണ്. യാ ഇബാദി എന്ന് 10 തവണ
ഈ ഹദീസിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ആ ആവർത്തനം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹത്തെയാണ്, അള്ളാഹു നന്മ കാക്ഷിക്കുന്നു എന്നതിനെയാണ്, അള്ളാഹുവിൻ്റെ മൃദുല നേർമ സ്വഭാവത്തെയാണ്. വിളി അത് ആവർത്തിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു വായന, യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ എന്ന് പറഞ്ഞ് സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ വിളികൾ വായിക്കുന്നു. യാ അബത്ത് യാ അബത്ത് യാ അബത്ത് എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ വിളിച്ചത് നമ്മൾ വായിക്കുന്നു. ആ വിളിയിലൊക്കെ ആർദ്രതയുടെ, അലിവിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ മണവും ചുവയുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാരെ അടങ്കലും വിളിക്കുകയാണ്, ആവർത്തിച്ച് വിളിക്കുകയാണ്. മേലായവന് അടിയാറുകളോടുള്ള സ്നേഹവാത്സല്യത്തെയാണ് അതറിയിക്കുന്നത്. നന്മ അവർക്ക് കാക്ഷിക്കുന്നു എന്നതിനെയാണ് അത് ഉണർത്തുന്നത്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തബാലമു. ഇതാണ് ആദ്യത്തെ വിളിയിൽ പരാമൃഷ്ടമായ കാര്യം. യാ ഇബാദി, എൻ്റെ അടിയാന്മാരെ, ദാസന്മാരെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ദുൽമിനെ, അക്രമത്തെ എനിക്ക് വിലങ്ങിയിരിക്കുന്നു, എനിക്ക് തടഞ്ഞിരിക്കുന്നു. ഇവിടെ അള്ളാഹു ദുൽമിനെ തനിക്ക് വിലങ്ങിയതും തടഞ്ഞതും പറയുകയാണ്. അത് അള്ളാഹു തന്നെ തൻ്റെ ഒരു പ്രത്യേകതയും സവിശേഷവും ആയിട്ടാണ് പറയുന്നത്. ദുൽമ് ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിയും, അള്ളാഹു അതിന് യോഗ്യനുമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുണ്ടായിട്ടും ദുൽമ് ചെയ്യാതെ ദുൽമിനെ തനിക്ക് അള്ളാഹു വിലങ്ങി തടഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വമാ റബ്ബുക ബിദല്ലാമിൻ ലിൽ അബീദ് വലാ യദ്ലിമു റബ്ബുക അഹദ ഇന്നല്ലാഹ ലാ യദ്ലിം. പല വചനങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും ഒട്ടും അക്രമം കാണിക്കുകയില്ല എന്ന ആശയത്തിൽ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, കഴിവുണ്ടായിട്ടും ഞാൻ എന്നോട് ദുൽമിനെ വിലങ്ങിയിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ നിങ്ങൾക്കിടയിൽ അതിനെ ഹറാമാക്കി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ദുൽമ് ഹറാമാണ്. ഫലാ തബാലമു, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അന്യോന്യം അക്രമം ചെയ്യരുതേ, ദുൽമ് ചെയ്യരുതേ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വസിയ്യത്ത്. അന്യോന്യമുള്ള ദുൽമ് വിലക്കിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന. ഇവിടെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമിൻ്റെ വിഷയമാണ് പറയുന്നത്. ദുൽമിൻ്റെ ഗൗരവമാണ് അത് അറിയിക്കുന്നത്. അനീതിയും അക്രമവും അതാണ് ദുൽമ് വിളിച്ചറിയിക്കുന്നത്. ഒരു സംഗതി ക്രമം തെറ്റിച്ചു വെക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമാണ് ദുൽമെന്ന് പറയുക. ദുൽമിൻ്റെ ഭാഷ്യവും തേട്ടവും വിശാലമാണ്. ഇവിടെ അന്യോന്യം അടിയാറുകൾക്കിടയിൽ ദുൽമ് പാടില്ല എന്നുള്ള കാര്യം അല്ലാഹു ഫലാ തബാലമു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പടപ്പുകൾ അന്യോന്യം അക്രമം കാണിക്കുന്നത് ദീനിൽ കടുത്ത അപരാധമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കടുത്ത സാഹചര്യത്തിൽ പോലും, ഇപ്പോൾ നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്ന ഒരു സമയമാണല്ലോ. റമദാൻ 17 ബദർ യുദ്ധം. അന്ന് ലോകം കണ്ട ഒരു മഹാസംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് ബിൻ ഖസിയ്യ റളിയല്ലാഹു അൻഹുവിന് തന്നോട് പ്രതിക്രിയ ചെയ്യാൻ വസ്ത്രം ഉയർത്തി വയറ് കാണിച്ചു കൊടുത്ത ആ സംഭവമാണ്. മുസ്ലിമീങ്ങൾ ന്യൂനാൽന്യൂനപക്ഷം, 3 ഇരട്ടിയിലേറെ ശത്രു സർവായുധ സന്നദ്ധരായി നിഗളിപ്പിൽ അഹങ്കാരത്തിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവിധ വാശും ഈയും വീറുമായി ഒരു ചീഫ് ഇൻ കമാൻഡർ തൻ്റെ അണികളെ ശരിയാക്കുമ്പോൾ അതിൽ കണിശത പുലർത്തും, കൃത്യത പാലിക്കും. ന്യൂനാൽന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിനിരത്തുമ്പോൾ, അവരെ യുദ്ധത്തിന് സജ്ജമാക്കുമ്പോൾ ഒരു കോലെടുത്ത്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണി ശരിയാക്കുന്നത്. അണിയിൽ നിന്ന് തെറ്റി നിന്ന വ്യക്തിയെ അണിയിലേക്ക് ക്യാപ്റ്റൻ ഗൗരവത്തിൽ നിർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തികഞ്ഞ ഗൗരവത്തിൽ തന്നെയാണ്. കാരണം ഈ സൈന്യത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോഴാണ് സവാദിൻ്റെ വയറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണി ശരിയാക്കാൻ ഉപയോഗിക്കുന്ന വടി കൊള്ളുന്നത്. അപ്പോൾ സവാദ് പറയുന്നത്, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു റസൂലെ, എനിക്ക് പ്രതിക്രിയ വേണമെന്നത്. അപ്പോഴാണ് ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്ര പ്രതിസന്ധി നിറഞ്ഞ വിഷമകരമായ ഒരു സന്ദർഭമാണ്. ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്, അപ്രതീക്ഷിതമായി വന്ന യുദ്ധം.
ന്യൂനാൽന്യൂനപക്ഷം നിരായുധർ, അവരെയും കൊണ്ടാണ് ചീഫ് ഇൻ കമാൻഡറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധം നയിക്കേണ്ടത്. പക്ഷേ ആ ഒരു സന്ദർഭത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്ന് തൻ്റെ വയറ്റിൽ നിന്ന് വസ്ത്രം നീക്കി പ്രതിക്രിയ ചെയ്യാൻ ഇഖ്തദി ബിന്നിയ സവാദ് സവാദ് പ്രതിക്രിയ ചെയ്യൂ എന്ന് പറഞ്ഞ് വയറ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഖുദ് ഹഖക മിന്നി, എന്നിൽ നിന്ന് നിനക്കുള്ള അവകാശം എടുത്തോ എന്ന് പറഞ്ഞ് പ്രതിക്രിയക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്നു കൊടുക്കുമ്പോൾ സവാദ് ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അന്ത്യചുംബനം അർപ്പിച്ച് അദ്ദേഹം സ്വർഗം പോകാനുള്ള വെമ്പലായിരുന്നു. പക്ഷേ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അക്രമം ഭയന്ന് പ്രതിക്രിയ തീർത്ത് ഒരു അക്രമിയല്ലാതെ ജീവിക്കുവാനുള്ള മനസ്സ് കാണിച്ചതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു വൃദ്ധ സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ സമീപിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും. ആരോരുമില്ലാത്ത ഒരു വൃദ്ധ സ്ത്രീയായിരുന്നു. അവർ പ്രയാസം നേരിടുന്നത് അറിഞ്ഞപ്പോൾ ഉമർ അവരെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് ഉമർ ചോദിക്കുന്നത്, മാ സീറത്തു ഉമർ അഫീക്കും, ഉമറിനെ കുറിച്ചുള്ള വിഷയം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പോൾ ആ വൃദ്ധ പറയുന്നത്, ഉമർ ലാ ജസാഹുല്ലാഹു ഖൈറൻ, ഉമറിന് അള്ളാഹു നന്മ പ്രതിഫലം നൽകരുത് എന്നാണ്. എന്നിട്ട് അവർ പറയുന്നത്, ലിഅന്നനാ ജിയാഉൻ വഹുവ ഗാഫിലുൻ അന്ന, ഞങ്ങൾ പട്ടിണി പാവങ്ങളാണ്, ഞങ്ങളെ തൊട്ട് ഉമർ അശ്രദ്ധനുമാണ്. അപ്പോൾ ഉമർ ചോദിക്കുന്നുണ്ട്, വമായദ്രി ഉമർ അൻകി, ഉമറിന് നിങ്ങളെക്കുറിച്ച് എന്തറിയാനാണ്? അപ്പോൾ ആ വൃദ്ധ പറയുന്നത്, കൈഫ യകൂനു അമീറൻ അലന്നാസ് വലാ യദ്രി അൻ ബഅദിൽ അഫ്രാദി, പ്രജകളിൽ ചിലരെ അറിയുന്നില്ല എങ്കിൽ ജനങ്ങളുടെ അമീറാകാൻ എങ്ങനെ സാധിക്കും? ഉമർ ഇത് കേട്ട് ബൈത്തുൽ മാലിൽ ചെന്ന് ഭക്ഷണ സാധനങ്ങളും സാമഗ്രികളും ഏറ്റി കൊണ്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് അത് ഉപയോഗപ്പെടുത്താൻ പറയാണ്. എന്നിട്ട് പറയുന്നത്, നാളെ വന്ന് ഉമർ നിങ്ങളോട് ചെയ്ത അക്രമം ആവലാതിപ്പെടണം എന്നുള്ളതാണ്. ഉമറിൻ്റെ അടുക്കൽ ചെന്ന് ആവലാതിപ്പെടണം എന്നാണ് പറയുന്നത്. ഈ സ്ത്രീക്ക് അറിയില്ല ഈ പറയുന്നത് ഉമറാണെന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, എന്തിനാണ് ഉമറിൻ്റെ അടുക്കൽ നാളെ ചെന്നിട്ട് ഞാൻ ഉമറിൻ്റെ അന്യായം ബോധിപ്പിക്കേണ്ടത്? അപ്പോൾ ഉമർ ആ വൃദ്ധയോട് പറയുകയാണ്, ഇന്നി മുഷ്ഫിഖുൻ അലൈഹി മിനന്നാർ, ഉമർ നരകത്തിൽ പോകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഉമറിനോട് ചെന്ന് നാളെ ഉമറിൻ്റെ അന്യായം പറഞ്ഞു കൊടുക്കണം എന്ന് പറയുകയാണ്. ഇത് ഉമറാണ്, അമീറുൽ മുഅ്മിനീൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേടി, താൻ അന്യായം ചെയ്തു എന്ന് കേട്ടപ്പോൾ, അത്രമേൽ ബുൽം ഇസ്ലാമിൽ ഗൗരവപ്പെട്ട കുറ്റമാണ് എന്നതാണ് സഹോദരന്മാരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. പക്ഷേ വാക്കാൽ, പ്രവൃത്തിയാൽ, മനസ്സാൽ അന്യായങ്ങളും അക്രമങ്ങളും ദുൽമുകളും ഇന്ന് പലരിൽ നിന്ന് വന്നു പോകുമ്പോൾ അത് വളരെ ലാഘവത്തിലാണ് പലരും കാണുന്നത് എന്നതാണ് സങ്കടകരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹദീസിൻ്റെ തുടർച്ചയിൽ, യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദിക്കും, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, അള്ളാഹു പറയുകയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുകയാണ്. കുല്ലുക്കും ضالٌ, നിങ്ങളെല്ലാവരും വഴി തെറ്റിയവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ വഴി കാണിക്കുകയും മാർഗമരുളുകയും ചെയ്തവർ ഒഴികെ. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിന് തേടുക, മാർഗം തേടുക. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് അരുളും. നിങ്ങൾ എന്നോട് മാത്രം ഹിദായത്തിന് യാചിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് ഏകും, ഞാൻ നിങ്ങളെ വഴി അറിയിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന്, യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇംകും, എൻ്റെ ദാസന്മാരെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും പട്ടിണിക്കാരാണ്, വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ അന്നം നൽകുന്നവൻ ഒഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് അന്നം യാചിക്കുക. ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് അന്നം തരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അന്നദാതാവ്. അവനോട് നമ്മൾ അന്നത്തിന് തേടണം, യാചിക്കണം എന്നുള്ള അറിയിപ്പാണ് ഇവിടെ ഏകുന്നത്. തുടർന്ന്, യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും കുല്ലുക്കും ആരിൻ, നഗ്നരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവർ ഒഴികെ. ഫസ്തക്സൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം യാചിക്കുക. അക്സുക്കും, ഞാൻ നിങ്ങളെ ഉടുപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ വസ്ത്രം, അതേപോലെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ കാൽപ്പനികമായ ഭക്ഷണവും വസ്ത്രവും അതേപോലെ ഭൗതികമായ വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഉദ്ദേശമാണ്. മനുഷ്യന് ആത്മീയമായി പോഷണം ലഭിക്കണം, അതേപോലെ ആത്മീയമായ മറയുണ്ടാകണം, അതേപോലെ ഭൗതികമായിട്ടുള്ള പോഷണം വേണം, മറയുമുണ്ടാകണം. ഏറെ വിശദീകരിച്ച് പണ്ഡിതന്മാർ സംസാരിച്ച ചില ഭാഗങ്ങളാണിത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെ ഉടുപ്പിക്കാൻ, ധരിപ്പിക്കാൻ യാചിക്കണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസ്ഥകൾ നമുക്ക് തരപ്പെടുത്തുന്നതിന് വേണ്ടി. അതേപോലെ അന്നം തേടണം, അന്നത്തിൻ്റെ വകുപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരപ്പെടുത്തുന്നതിന് വേണ്ടി, അന്നം നമുക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി, അന്നം നമ്മൾ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി. അതേപോലെ വസ്ത്രവും. തുടർന്ന് പറയുന്നത് യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. എൻ്റെ ദാസന്മാരെ, നിങ്ങൾ തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവും പകലും തെറ്റ് പ്രവർത്തിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ, ഞാനാകട്ടെ പാപങ്ങളെ മുഴുവൻ പൊറുക്കുന്നവനുമാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനത്തേട്ടം നടത്തുക. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകും. തുടർന്ന് പറയുന്നത് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി. ഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലൻ തബ്ലുഗു ദുർരി, എന്നെ ഉപദ്രവിക്കുവാൻ സാധ്യമാകുന്നവരല്ല. ഫതദുറൂനി, അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാനാവുക, പക്ഷേ നിങ്ങൾക്കതിന് സാധ്യമാവുകയില്ല. വലൻ തബ്ലുഗു നഫ്ഇ, എനിക്കൊരു ഉപകാരം ചെയ്യുവാനും നിങ്ങൾക്ക് സാധ്യമല്ല. ഫതൻഫഊനി, അങ്ങനെ സാധ്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാമായിരുന്നു. ഉദ്ദേശം, ആളുകൾ ഉപദ്രവം ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ സാധ്യമല്ല. ആളുകൾ ഫലം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ ഫലവും അള്ളാഹുവിൽ ഏൽപ്പിക്കുവാൻ സാധ്യമല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ. എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും, നിങ്ങളിൽ ആദ്യത്തെ വ്യക്തിയും, വ ആഖിറക്കും, നിങ്ങളിൽ അവസാനത്തെ വ്യക്തിയും, വ ഇൻസക്കും, നിങ്ങളിലെ മനുഷ്യരും, വ ജിന്നക്കും, നിങ്ങളിലെ ജിന്നുകളും, കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും ഭക്തനായ വ്യക്തിയെപ്പോലെ ആയാൽ, എല്ലാ പടപ്പുകളും ഭക്തിയിൽ സമ്പൂർണതയിൽ വർത്തിച്ചാൽ, മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ, അതെൻ്റെ മുൽക്കിൽ, അധികാരത്തിൽ ഒന്നുമേ ഏറ്റുകയില്ല എന്നാണ്. അതായത് എല്ലാവരും നിറഞ്ഞ ഭക്തിയുടെ വാക്താക്കളായി, മനുഷ്യരും ജിന്നുകളും ആദ്യാന്തമുള്ളവർ, എങ്കിലും അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ഒരു രാജാവിന് നിഷ്കളങ്കരായ സഹായികളായ പ്രജകളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അധികാരപരിധി വിശാലമാകും, അധികാരത്തിന് ബലം വരും. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലില്ലാഹിൽ മസലുൽ ആല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒട്ടും ഏറ്റുകയില്ല. കാരണം അള്ളാഹു സ്വയം പര്യാപ്തനും ധന്യനുമാണ് എല്ലാരത്തൊട്ടും. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. ഇനി മനുഷ്യർ, ആദ്യത്തേതും അവസാനത്തേതും, ഇൻസും ജിന്നും ഒന്നടങ്കം, എല്ലാവരും അവരിൽ ഏറ്റവും മോശം ഹൃദയമുള്ള വ്യക്തിയെപ്പോലെ നെറികെട്ടവനായാൽ അത് അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒട്ടും കുറവ് വരുത്തുകയില്ല എന്നാണ് പറയുന്നത്. ഭൗതികതയിൽ മനുഷ്യരിൽ പ്രജകൾ രാജാവിനെ സഹായിക്കാനില്ലാത്ത, എന്നാൽ അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെ തളർത്തും, ഭരണത്തെ പ്രതികൂലമായി ബാധിക്കും. അതാണല്ലോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പ്രജകളെല്ലാവരും ഏറ്റവും മോശമായ രീതിയിൽ ശൈത്താൻ്റെ മിത്രങ്ങളായി, അള്ളാഹുവിൻ്റെ ശത്രുക്കളായി വർത്തിച്ചാലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അതൊരിക്കലും പ്രതികൂലമായി സ്വാധീനിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത്. തുടർന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും, നിങ്ങളിൽ ആദ്യത്തെ വ്യക്തി, വ ആഖിറക്കും, നിങ്ങളിൽ അവസാനത്തെ വ്യക്തി, വ ഇൻസക്കും, നിങ്ങളിലെ മനുഷ്യർ, വ ജിന്നക്കും, നിങ്ങളിൽ ജിന്നുകൾ, ഖാമു, അവരെല്ലാവരും നിന്നു, ഫീ സഈദിൻ വാഹിദിൻ, ഒരൊറ്റ വിശാലമായ പ്രതലത്തിൽ, ഫസഅലൂനി, എന്നിട്ട് അവർ എന്നോട് യാചിച്ചു, അർത്ഥിച്ചു, ഫഅഅതൈതു, അങ്ങനെ ഞാൻ നൽകി, കുല്ല വാഹിദിൻ, എല്ലാ ആളുകൾക്കും, മസ്അലതഹു, അവന് യാചിച്ചത്. ആളുകൾക്കൊക്കെ ആവശ്യങ്ങൾ വേറെ വേറെയായിരിക്കും, ലഭിക്കാൻ കൊതിയുള്ളത് കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും, മനുഷ്യന്മാരുടെയൊക്കെ ഉദ്യമങ്ങൾ ബഹുമുഖമായിരിക്കും. എല്ലാവരും ചോദിച്ചു, എല്ലാവർക്കും അവർ ചോദിച്ചതൊക്കെയും നൽകിയാൽ മാ നഖസ ദാലിക, അത് കുറക്കുകയില്ല, മിമ്മാ ഇൻദി,
എൻ്റെ അടുക്കലുള്ളതിൽ നിന്ന് ഇല്ലാ കമാ യൻഖുസുൽ മിഖിയതു ഇദാ ഉദ്ഖിലൽ ബഹർ. സമുദ്രത്തിൽ ഒരു സൂചി പ്രവേശിപ്പിക്കപ്പെട്ടാൽ ആ സൂചി സമുദ്രജലം എത്രയാണോ കുറക്കുക, അതായത് ആ സൂചിയിൽ പറ്റുന്ന സമുദ്രജലം എത്രയാണോ അത്ര മാത്രമേ എൻ്റെ അടുക്കലുള്ളത് കുറക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശാലമായ വിപുലമായ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഖൈറുകളെ, അള്ളാഹുവിൻ്റെ വിശാലമായ വിപുലമായ ഔദാര്യങ്ങളെയാണ് ഇവിടെ ഇത് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഔദാര്യങ്ങളിൽ അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്കേകി നമ്മളെല്ലാം കടാക്ഷിക്കുമാറാവട്ടെ. തുടർന്ന് പറയുന്നത്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സീഹാ ലക്കും സുമ്മ ഉവഫിക്കും ഇയ്യാഹ ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഇതാണ് അവസാനത്തെ വിളിയും 10ാമത്തെ വിഷയവും. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ഇന്നമാ ഹിയ അമാലക്കും, ഇന്നമാ ഹിയ അമാലുക്കും, തീർച്ചയായും നിങ്ങളുടെ അമലുകളെല്ലാം, ഉഹ്സീഹാലക്കും, ഞാൻ നിങ്ങൾക്കായി ക്ലിപ്തി നിർണയം നടത്തും, കൃത്യമായി എണ്ണി രേഖപ്പെടുത്തും. സുമ്മ ഉവഫിക്കും, പിന്നീട് ഞാൻ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കി ഏകും, ഇയാഹ, അതിനെ എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ ക്ലിപ്ത നിർണയം നടത്തി രേഖപ്പെടുത്തി തിട്ടപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫലം, പ്രതിഫലം അത് സമ്പൂർണ്ണമായിട്ട് അള്ളാഹു ഏകും, നൽകും. അത് ദുനിയാവിൽ നൽകും, ആഖിറത്തിൽ നൽകും. ചിലർക്ക് ദുനിയാവിൽ പരിമിതപ്പെടുത്തും, ചിലർക്ക് ആഖിറത്തിലേക്ക് പരിമിതപ്പെടുത്തും, ചിലർക്ക് ഇഹത്തിലും പരത്തിലും ഒരുപോലെ നൽകും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ തിട്ടപ്പെടുത്തി ആ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം ഏകുന്ന രീതികളാണ്. അപ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സൽപ്രവൃത്തി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ അവരുടേത് ധൂളികളാക്കി അസ്വീകാര്യമാക്കി കളയും. എന്നാൽ അവരുടെ പുണ്യങ്ങൾക്ക് ഇഹത്തിൽ അള്ളാഹു ഏകും എന്ന് പറയുന്നുണ്ട്. വിശ്വാസികൾ പലർക്കും അള്ളാഹു ഇഹത്തിൽ തടഞ്ഞേക്കും, പക്ഷേ അള്ളാഹു ആഖിറത്തിൽ ഗംഭീരമായി അനുഗ്രഹീതമായി അധികമായി ഏകുന്ന അവസ്ഥ ഉണ്ടായേക്കും. ഇഹത്തിലും പരത്തിലും കനിയപ്പെടുന്ന വിശ്വാസികളും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും സുമ്മ ഉവഫിക്കും ഇയ്യാഹ ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ലാഹ്, അതിനാൽ നന്മ കണ്ടെത്തുന്നവർ, നല്ലത് അനുഭവിക്കുന്നവർ, അവർ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, അൽഹംദുലില്ലാ പറയട്ടെ. ഒമൻ വജദ ഗൈറ ദാലിക്, നന്മയല്ല അവൻ കാണുന്നത് എങ്കിൽ, ഷർറാണ് കാണുന്നത്, ശിക്ഷയാണ് അനുഭവിക്കുന്നത് എങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിച്ചാൽ മതി എന്നാണ്. അതായത് ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ലാഹ്, കർമ്മങ്ങളെ അള്ളാഹു ക്ലിപ്തി നിർണയം നടത്തും, കർമ്മങ്ങൾക്കുള്ള ഫലം അള്ളാഹു ഏകും. നന്മ കാണുന്നവർ എന്ന് പറഞ്ഞാൽ തൻ്റെ കർമ്മങ്ങൾ നന്മയായി ഒരാൾ കാണുകയാണ് എങ്കിൽ, ആ കർമ്മങ്ങൾക്ക് നല്ലത് പ്രതിഫലമായി അനുഭവിക്കുകയാണ് എങ്കിൽ, ഫലിയഹ്മദില്ലാഹ്, അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. കാരണം ആ നന്മ ചെയ്യാൻ അള്ളാഹു അവന് തുറവിയേകി, ഉദവിയേകി. മാത്രമല്ല അത് സ്വീകാര്യയോഗ്യമായി അള്ളാഹു അതിന് പ്രതിഫലവും നൽകി. അതുകൊണ്ട് അവൻ അൽഹംദുലില്ലാ പറയട്ടെ. ഇനി വമൻ വജദ ഗൈറ ദാലിക്, അള്ളാഹു ക്ലിപ്തി നിർണയം നടത്തിയ തൻ്റെ അമലുകളെ ഷർറായിട്ടാണ് ഒരാൾ കാണുന്നത് എങ്കിൽ, അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യവും ബുദ്ധിയും അവസരവും പ്രമാണവും പ്രവാചകന്മാരുമൊക്കെ തനിക്ക് അനുകൂലമാക്കാതെ തിന്മ ചെയ്തവൻ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവനെ തന്നെ ആക്ഷേപിച്ചാൽ മതി. പിന്നെ ആ തിന്മക്ക് ശിക്ഷയാണ് ലഭിക്കുന്നത് എങ്കിൽ അതിലും അവൻ കുറ്റം പേറുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. അതാണ് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. കാരണം താൻ തനിക്ക് വിതച്ചതാണ് താൻ കൊയ്യുന്നത് എന്ന നിലക്ക് അവൻ തന്നെ ആക്ഷേപിച്ചാൽ മതി. അതാണ് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. ഇതാണ് ഇവിടെ ഈ ഹദീസിൽ ഉണർത്തുന്നത്. ധാരാളം വിഷയങ്ങളുള്ള, കുറെ വിശദീകരണം ആവശ്യമായ ഒരു തിരുമൊഴിയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ തിരുമൊഴി. അള്ളാഹു യാ ഇബാദി എന്ന് 10 തവണ വിളിച്ച് 10 കാര്യങ്ങളെ ഇവിടെ ഈ ഹദീസിൽ ഉണർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്കായി റിപ്പോർട്ട് ചെയ്തു. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ജുന്ദുബ് ബിൻ ജുനാദ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചു. ഇമാം മുസ്ലിം ഈ ഹദീസിനെ അവിടുത്തെ സഹീഹിൽ നൽകി. അതാണ് നമ്മളിവിടെ ശ്രവിച്ചത്. അൽ അർബഊൻ നവവിയയിൽ ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസ് ഉദ്ധരിച്ചു. അതിലെ പാഠങ്ങളും അതിലെ വിഷയങ്ങളും അതിലെ മസ്അലകളുമൊക്കെ ഗംഭീരമായത് കാരണത്താൽ, മഹനീയമായത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ്റെ ദീൻ യഥാവിധം പഠിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.